ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ മൂഡ് ഫോർ മൂവീസ്. ഇന്ന് ഞാൻ സൂപ്പർ ഗേൾ എന്ന സിനിമയുടെ റിവ്യൂ ചെയ്യാനുള്ള മൂഡിലാണ്. ഇപ്പോൾ സൂപ്പർ ഗേൾ ജെയിംസ് ഗണ്ണിൻ്റെ DC യൂണിവേഴ്സിലെ രണ്ടാമത്തെ പടമാണ്. ഇതിനു മുമ്പ് വന്നത് സൂപ്പർമാൻ ആയിരുന്നു. സൂപ്പർമാൻ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു അത്യാവശ്യം ബോക്സ് ഓഫീസ് സക്സസ്സും കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഏത് പടമാണ് ഈ DC യൂണിവേഴ്സിൽ വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജെയിംസ് ഗണ്ണിൻ്റെ ഒരു സ്ലേറ്റ് സൂപ്പർ ഗേൾ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലേ ഫേസ്, പിന്നെ അടുത്ത വർഷം സൂപ്പർമാൻ്റെ രണ്ടാം പടം, അങ്ങനത്തെ ഒരു സ്ലേറ്റ് കൊണ്ടുവന്നിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് സൂപ്പർമാനിനെ പോലത്തെ ഒരു പോപ്പുലർ ക്യാരക്ടറിൻ്റെ സിനിമ കഴിഞ്ഞിട്ട് ബി ടയർ സൂപ്പർ ഹീറോനെ അടുത്ത പടത്തിൽ കൊണ്ടുവന്നു. സൂപ്പർമാൻ്റെ സക്സസ് കഴിഞ്ഞിട്ട് അത്രയും തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സിനിമ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ജെയിംസ് ഗണ്ണിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പുള്ളിയുടെ കഥ പോകേണ്ട രീതിയിലും പുള്ളിയുടെ ലൈനപ്പിലും. അത് വർക്കായോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. സൂപ്പർ ഗേളിൻ്റെ മെയിൻ പോസിറ്റീവ് അതിൻ്റെ മെയിൻ ലീഡാണ്. ദ ലീഡ് ക്യാരക്ടർ സൂപ്പർ ഗേളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മിലി ആൽകോക്കാണ്. മിലി ആൽകോക്ക് നമുക്ക് ഇതിനു മുമ്പ് നിങ്ങൾ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീസൺ 1 റെനീറ ടാർഗറിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച ആക്ടറാണ് മിലി ആൽകോക്ക്. അതിൽ വളരെ രസമായിട്ടും ചെയ്തിരുന്നു. ഒരു നേരത്ത് എന്തുകൊണ്ട് മിലി ആൽകോക്കിനെ മുഴുവൻ സീസണുകളിലും ഉപയോഗിച്ചില്ല എന്ന് വരെ നമ്മൾ ആലോചിക്കുന്ന അത്രയും നല്ലൊരു കരിസ്മാറ്റിക് പെർഫോമൻസ് ആയിരുന്നു മിലി ആൽകോക്കിൻ്റെ. അതേ എനർജിയും അതേ കെരിസ്മയും ഈ സൂപ്പർ ഗേൾ എന്നുള്ള ഒരു ക്യാരക്ടറിലും മിലി ആൽകോക്കിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു സൂപ്പർ ഹീറോയിന് വേണ്ട എനർജിയും ഫെറോസിറ്റിയും അതേപോലെ ആസ് എ നോർമൽ ഗേൾ അവരുടെ വൾണറബിലിറ്റിയും പെയിനും സ്വന്തം മാതാപിതാക്കളെയൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ ആ പെയിനും അതെല്ലാം ഡിസ്പ്ലേ ചെയ്യാനും മിലി ആൽകോക്കിനെ കൊണ്ട് വളരെ നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിലെ വേറൊരു സെക്കൻഡ് ലീഡായിട്ട് വരുന്ന ഒരു ചെറിയ പെൺകുച്ചാണ് ഈവ് റില്ലി. പുള്ളിക്കാരി ഒരു റുത്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ക്രീം എന്നുള്ള വില്ലൻ്റെ പുറകിൽ റിവെഞ്ചിനായിട്ട് നടക്കുന്നൊരു ചെറിയ കൊച്ചിൻ്റെ റോളാണ്. അതും വളരെ നല്ല രീതിയിൽ ഈവ് റില്ലി ചെയ്തിട്ടുണ്ട്. മിലി ആൽകോക്കിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട് ഈ പെർഫോമറിന്. അവരുടെ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും ഒരു സംസാരവും ഇതിലൊക്കെ ഒരു ചെറിയ വാംത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ ഈ സിനിമയിൽ പ്രത്യേകിച്ച് വേറെ എടുത്ത് പറയാൻ ഒന്നും എനിക്ക് ഇല്ല. എനിക്ക് എടുത്തു പറയാനുള്ള വേറൊരു കാര്യം, ഇത്രയും നല്ല രണ്ട് പെർഫോമറിനെ കിട്ടിയിട്ട് അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനുള്ള രീതിയിൽ പെർഫോമൻസ് കണ്ടിട്ട് പോലും അവർ പറയുന്ന കാര്യങ്ങളിലോ അവരുടെ സ്ക്രിപ്റ്റിലോ നമുക്ക് ആ ബോണ്ട് ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കുന്ന മാതിരി ഒന്നും ഈ സ്ക്രിപ്റ്റിന് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു വെരി ജനറിക് കോമിക് ബുക്ക് മൂവി, പല നമ്മൾ കണ്ട സ്റ്റോറി ലൈൻസും ട്രോപ്സും എടുത്തുണ്ടാക്കിയിരിക്കുന്നൊരു സ്റ്റോറിയാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു അല്പം വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ക്രെയ്ഗ് ഗില്ലസ്പിയാണ്. പുള്ളിയുടെ ശൈലി കൊണ്ടൊന്നോ എന്നറിയില്ല, പക്ഷേ എന്നാലും ജെയിംസ് ഗണ്ണിൻ്റെ ശൈലിയിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ സ്ക്രിപ്റ്റിൽ ഒരു ഖനമില്ലാത്തതുകൊണ്ടും എന്ത് ചെയ്തിട്ടും ഈ സിനിമ ഒരു ജനറിക് മൂവി നിന്നും ഒരു സ്പെഷ്യൽ സിനിമയായിട്ട് മാറുന്നില്ല. പൊതുവേ ഈ പറഞ്ഞ മാതിരി ലേസി റൈറ്റിംഗ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ട മാതിരത്തെ കഥകളും ഒരു റിവെഞ്ചിനെ നോക്കി നടക്കുന്നൊരു കൊച്ചൊരു റിലക്റ്റൻ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ ഹീറോയിനെ അപ്രോച്ച് ചെയ്തിട്ട് സഹായിക്കാൻ പറയുന്നു. ആദ്യമേ സഹായിക്കുന്നില്ല, പിന്നെ വേറെ റീസൺസ് വരുന്നു, സർക്കംസ്റ്റാൻസസ് വരുന്നു, സൂപ്പർ ഹീറോയുടെ നന്മ കാരണം അവസാനം സഹായിക്കാൻ പോകുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പം എന്തുവാ, നമ്മുടെ മലയാളത്തിലാണെങ്കിൽ യോധ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഈ കഥ ഒരു ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ട്രോപ്പാണ്. അതുകൊണ്ട് ഇതിലൊന്നും ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. പിന്നെ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ DC ലോറിൽ തന്നെ ഇവർ ലോബോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ജേസൺ മൊമോവയാണ് ലോബോയായിട്ട് വന്നിരിക്കുന്നത്. ജേസൺ മൊമോവയുടെ ഒരു ഡ്രീം റോളാണെന്ന് തന്നെ പറയാം. പുള്ളി അക്വാമാൻ ആയിരുന്നു ഇതിനു മുമ്പ് DCയിൽ, സാക്ക് സ്നൈഡറിൻ്റെ DCയിൽ. പക്ഷേ പുള്ളി പ്രത്യേകം ലോബോ എന്നുള്ള ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹം ഇവിടെ ജെയിംസ് ഗൺ നിറവേറ്റി കൊടുത്തു. എന്നാലും പുള്ളിയുടെ ഒരു ഫൺ
വേയിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഈ ക്യാരക്ടറിനൊന്നും ഒരു ക്യാരക്ടറൈസേഷൻ വളരെ ലേസിയാണ് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ക്യാരക്ടറൈസേഷനൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ബാക്ക് സ്റ്റോറി കൊടുക്കുന്നതല്ലാണ്ട് ഇവരൊന്നും ഫുള്ളി ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പുള്ളി വന്ന് 2-3 ആൾക്കാരെ അടിച്ചിട്ട് പോകുന്നു, 2 അറഗൻറ്റ് ആയിട്ടുള്ള ഡയലോഗ് പറയുന്നു. ഇത്രയല്ലാണ്ട് ഈ മൂവിയിലൊരു വെയിറ്റും പുള്ളി കാരണം വരുന്നില്ല. അതേപോലെയാണ് വില്ലനും മത്തായസ് എന്നുള്ളൊരു ആക്ടറാണ് ചെയ്തേക്കണേ. പുള്ളീനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറേ മാനറിസംസും ഇതെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കഴിവിനനുസരിച്ച് കുറേ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വില്ലൻ ക്യാരക്ടേഴ്സിനൊന്നും നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരു വെറൈറ്റിയും ഇല്ല. ഒരു ജനറിക് വില്ലൻ മാത്രമാണ്. ഇൻ എ വേ ഇറ്റ്സ് ഓക്കെ. അതിൽ വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ സൂപ്പർ ഗേളിൻ്റെ ഫസ്റ്റ് പടമാണ്, സൂപ്പർ ഗേളിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ വെക്കാം. സൂപ്പർ ഗേളിൻ്റെ കഥയും സൂപ്പർ ഗേളിൻ്റെ മെൻറ്റാലിറ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയൊന്നും വർക്കാവാത്ത സ്ഥിതിക്ക് അപ്പോൾ അതും ഒരു നെഗറ്റീവായിട്ട് മാറുന്നു. മെയിൻലി ഇപ്പോൾ സൂപ്പർ ഗേളിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും ആ ക്യാരക്ടറിൻ്റെ പെയിനും എല്ലാം ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കതിലൊരു രസം തോന്നുന്നില്ല. നമ്മൾ ഓൾറെഡി ഇത് കണ്ട് നമ്മൾ പല രീതിയിലും അറിയുന്നൊരു സ്റ്റോറിയാണ് കാരാസോലിൻ്റെ പ്ലാനറ്റ് നശിക്കുന്നതും കാരേനെയും സൂപ്പർമാനെയും അവിടെ നിന്ന് കടത്തുന്നതും ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇതിൽ കാര എങ്ങനെ ഈ പുതിയ ലോകമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പോകുന്നു എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. പക്ഷേ കുറേ അടുത്ത് കഥ വേറെ രീതിയിലൊക്കെ മാറ്റാൻ നോക്കി. ആ മാറ്റങ്ങളൊക്കെ കാരണം നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു പെയിനിലേക്ക് നമുക്ക് ശരിക്കും ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ വിഷ്വൽസും ആക്ഷനും ഒക്കെ അത്യാവശ്യം നല്ലതാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഒന്നിനൊരു വാവ് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അതിനൊരു ഗാർഡിയൻസിൻ്റെ ഫീൽ വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫൺ ഫീലല്ല, ഇച്ചിരി ഒരു ഡ്രൈ ഫീലാണ് നമുക്ക് സിനിമാറ്റോഗ്രഫിയിൽ കിട്ടുന്നത്. ആക്ഷനും ഞാൻ ഇതിൻ്റെ 3rd ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അതിലെ കട്ടിങ് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ആക്ഷൻ കാണാൻ. ഞാനതുകൊണ്ട് ഡോൾബിയിൽ നിന്ന് മാറ്റി ഐമാക്സിലേക്ക് പോയിരുന്നു. എന്നിട്ട് ഐമാക്സിൽ കണ്ടപ്പോൾ നമ്മൾ ട്രെയിലറിൽ എന്തോ കണ്ടോ അതിൻ്റെ ആ വാവ് ഉണ്ടായിരുന്നു ആക്ഷനിൽ. പക്ഷെ അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും വേറെ അവർ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്താണ് ഈ സൂപ്പർ ഗേളും ജെയിംസ് ഗണ്ണിൻ്റെ DC-യുടെയും ഫ്യൂച്ചർ? സൂപ്പർ ഗേൾ പൊതുവേ മോശം അഭിപ്രായമാണ് മിക്ക റിവ്യൂസും പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അത്രയും മോശമായിട്ട് തോന്നിയില്ല. ഇതൊരു ഫൺ പടമാണ്, ഒരു തവണ എന്തായാലും കണ്ടിരിക്കാം. പക്ഷേ അങ്ങനെ വലിയതായി ഇത് കണ്ടില്ലെങ്കിൽ മിസ്സായാലും വലിയ പ്രശ്നമില്ലാത്തൊരു പടമാണ്. അപ്പോൾ സൂപ്പർ ഗേളിൻ്റെ റിസപ്ഷൻ ഇത്രയും മോശമായിട്ട് വന്ന സ്ഥിതിക്ക് ഇനി എന്താണ് ജെയിംസ് ഗണ്ണും DC-യുടെയും ഒരു ഫ്യൂച്ചർ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുവാണ്. ഇതിനു മുമ്പ് സാക്ക് സ്നൈഡർ DCU കൊണ്ടുവന്ന് അതിലെ മൂവീസൊക്കെ ഒരു ക്രിട്ടിക്കലി ഭയങ്കര മോശമായ രീതിയിൽ വന്നു തുടങ്ങിയപ്പോഴാണ് അത് നിർത്തി ഈ പുതിയ ഒരു ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് ജെയിംസ് ഗണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ മൂവി ക്രിട്ടിക്കലി നല്ലതായിരുന്നു, പക്ഷേ ബോക്സ് ഓഫീസ് വൈസും മോഡറേറ്റ് എന്നേ പറയാൻ ഒക്കുള്ളൂ. ഇപ്പോൾ വന്ന രണ്ടാമത്തെ പടം കണ്ടിട്ട് ക്രിട്ടിക്കലിയും ബോക്സ് ഓഫീസ് വൈസും ഇത്തിരി മോശമായ സ്ഥിതിയിലാണ്. ഇനി അടുത്ത് വരാൻ പോകുന്നത് ക്ലേ ഫേസ് എന്ന് പറഞ്ഞ ഒരു ടോട്ടലി അൺഫെമിലിയർ ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ ഈ പോക്കിൽ DCU ഡേഞ്ചറിലാണോ എന്ന് തന്നെ തോന്നുന്നൊരു അവസ്ഥയാണ്. അതാണ് ബേസിക്കലി എൻ്റെ സൂപ്പർ ഗേൾ റിവ്യൂ. ഒരു കണ്ടിരിക്കാവുന്ന പടം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വലിയ കാര്യമായിട്ട് പുതുമയൊന്നും പ്രതീക്ഷിക്കാതെ ജസ്റ്റ് ഫോർ ദ ഫൺ പോയി കാണാം. മില്ലി ആൽകോക്കിൻ്റെ പെർഫോമൻസും ഇവർ രണ്ടുപേരും വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ഗേൾ കാണാൻ താല്പര്യമുണ്ടോ, കണ്ടിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനിയും ഇങ്ങനത്തെ കണ്ടന്റ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനിയും കാണാം. ചാവ്.